ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ NMMC ചാനൽ. സോ നമുക്കറിയാം എല്ലാവരും NMMCയുടെ തിരക്കിട്ട് പ്രിപ്പറേഷനിലാണ്. ഓരോരുത്തരായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്. ഓക്കെ, മോഡൽ എക്സാം എടുത്തവരുണ്ട്. ഓക്കെ, അതിൻ്റെ അനാലിസിസ് ഒക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രിപ്പറേഷനിൽ അതുപോലെ അങ്ങ് മുന്നോട്ട് പോവാം. ഓക്കെ, കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലെല്ലാം എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, NMMCയുടെ കട്ട് ഓഫ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ്, ഈ വർഷം ഇനി കട്ട് ഓഫ് കൂടുമോ, ഓക്കെ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് കൂടുതലായിരുന്നു. അത് എത്രത്തോളം കൂടുതലാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ പല പ്രഡിക്ഷൻ വീഡിയോസും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. NMMCന്റെ കട്ട് ഓഫ് ഇത്രയായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഒരു പ്രഡിക്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ആർക്കും ഇത്രയായിരിക്കും അല്ലെങ്കിൽ ഇത്രയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നിങ്ങളെ കൂടെ എക്സാം എഴുതുന്നവരെ എത്ര സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നത്തെ കട്ട് ഓഫ് ആയിട്ട് കമ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചോദിക്കരുതേ, ഒരു നമ്പർ തരൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു 150 എത്ര മാർക്ക് സ്കോർ ചെയ്താലും എനിക്ക് NMMC കിട്ടുക നമുക്കറിയില്ല. ഓക്കെ, വി ഡോണ്ട് നോ ദ എക്സാക്ട് ആൻസർ. അത് എക്സാം ടഫ്നെസ്സിന് അനുസരിച്ചിരിക്കും. എക്സാം ഈസി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് ഉയരും. എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് താഴും. ഓക്കെ, സോ നിങ്ങൾ അപ്പോൾ ഒരു കട്ട് ഓഫ് വെച്ച് പഠിക്കാതിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് മുന്നത്തെ ഒരു ഡാറ്റയിലോട്ടൊക്കെ പോയി നോക്കിയാൽ ഓക്കെ നമുക്കറിയാം NMMC ഡിസ്ട്രിക്ട് വൈസ് ഒരു സെറ്റ് ഓഫ് ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനാണ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കേരളത്തിലെ 14 ജില്ലകളുണ്ട്. ഓരോ 14 ജില്ലകളിലും നമ്പർ ഓഫ് സ്കോളർഷിപ്സും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. 385 നമ്പർ ഓഫ് സ്കോളർഷിപ്പ് ഉണ്ട്. ഓക്കെ, കോഴിക്കോട് നോക്കിയാൽ 376 ഉണ്ട്. ഓക്കെ, വയനാടാണ് ഏറ്റവും കുറവ് നമ്പർ ഓഫ് സ്കോളർഷിപ്പ്, അല്ലെങ്കിൽ പത്തനംതിട്ടയാണ് ഏറ്റവും നമ്പർ ഓഫ് കുറവ് സ്കോളർഷിപ്പ് ഉള്ള 2 ജില്ലകൾ. പത്തനംതിട്ടയും വയനാടും നമ്മുടെ ഇടുക്കിയൊക്കെയാണ്. ഓക്കെ, കാരണം അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവാണ്. എന്നാൽ മലപ്പുറം കോഴിക്കോട് പോലുള്ള ജില്ലകളിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലാണ്. അവിടെ കോമ്പറ്റീഷൻ അത്രക്കും ഹൈ ആണ്. അതുകൊണ്ടാണ് കൂടുതൽ നമ്പർ ഓഫ് സ്കോളർഷിപ്പ് ഈ ജില്ലകളിൽ അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം കൂടുതൽ നമ്പർ ഓഫ് സ്കോളർഷിപ്പ് ഉണ്ട്. അല്ല, നിങ്ങൾ കട്ട് ഓഫിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, 140 മാർക്ക് വേണം നമ്മൾ മലപ്പുറം ജില്ലയിലെ NMMC സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിരുന്നത് കഴിഞ്ഞ വർഷം. ഓക്കെ, ഇത് ഡേറ്റ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 138 മാർക്ക് വേണമായിരുന്നു. ഓക്കെ, ഇത് നിങ്ങളെ NMMC ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്ത ഡേറ്റയാണ്. ഓക്കെ, സോ നിങ്ങൾ സിമിലർലി ഓരോ കാറ്റഗറി വൈസ് ഉള്ള കട്ട് ഓഫ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നോക്കുക. ഓക്കെ, ജനറൽ OBCയും ജനറലും ഒരേ കട്ട് ഓഫ് ആണ്. OBCക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ എവിടെയാണ് വരിക. ഓക്കെ, നിങ്ങളെ കാറ്റഗറിക്ക് അനുസരിച്ച് എവിടെയാണ് നിങ്ങൾ കട്ട് ഓഫ് വരിക എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിനെ കംപ്ലീറ്റ്ലി റിലേ ചെയ്യാൻ പാടില്ല. കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാം ടഫ്നെസ്സിനനുസരിച്ചും ആ വർഷം കഴിഞ്ഞ വർഷം എത്ര കുട്ടികൾ എഴുതിയിരുന്നു അതിനനുസരിച്ചുമാണ്. ഓക്കെ, സോ ഈ വർഷം എക്സാം കുറച്ചും കൂടി ടഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കട്ട് ഓഫ് താഴും. എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ഉയരും. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തത്, ഒരു കട്ട് ഓഫ് മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യരുത്. ഓക്കെ, നമ്മൾ എക്സാമിന് പോയിട്ട് ഞാൻ ഇത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പോകുന്നതെന്ന് ആ പരിപാടി നമ്മൾ ഒഴിവാക്കണം. നമ്മൾ നമ്മളെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു സ്ട്രാറ്റജി വേണം. നമുക്ക് ഈസിയുള്ള സബ്ജക്ട്സ് ആദ്യം എടുക്കുക, പിന്നെ മീഡിയം, പിന്നെ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കുക, മാക്സിമം സബ്ജക്ട്സ് സ്കോർ ചെയ്യുക, നല്ലോണം ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്ലാനോട് കൂടി എക്സാമിന് പോകാം. ഓക്കെ, ഏതെങ്കിലും ടഫ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നമുക്കറിയുന്നതാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കറിയാം സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ മാക്സിമം ഓക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക. കാര്യങ്ങളൊക്കെ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാത്തിനും ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുക. ഓക്കെ, റാൻഡംലി കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. എന്നിട്ട് എത്ര സമയം കൊണ്ട് ഞാനത് സോൾവ് ചെയ്യുന്നു, പ്രത്യേകിച്ച് മാറ്റ് പോലുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, എപ്പോഴും ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എക്സാമിന് പോവുക, കറക്റ്റ് സമയത്ത് എക്സാമിന് കയറുക. പറഞ്ഞ പോലെ കട്ട് ഓഫ് മനസ്സിൽ വിചാരിച്ചിട്ട് എക്സാമിലോട്ട് പോകരുത്. ഓക്കെ, പിന്നെ നിങ്ങളേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫിന്റെ വിവരങ്ങൾ. നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ച് കൂടുതൽ വറീഡ് ആവേണ്ട, നമ്മളെ മാക്സിമം എക്സാമിന് എടുക്കാം. ശേഷം എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി NMMC കിട്ടിയില്ല എന്നുണ്ടെങ്കിലും
നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭാവിയിലുള്ള ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.